അവളുടെ കഴുത്തിലോട്ട് ആ പശു കയറി കെട്ടുന്നത് വരെ ഒരു ടെൻഷനാ. ഒരിടങ്ങേറും വരാനില്ല, എന്നാലും കെട്ടുകഴിഞ്ഞാ പിന്നെ പട്ടിത്തൊടലിട്ട് ഞാനങ്ങ് കൊണ്ട് നടക്കില്ലേ. പിന്നെ വലിയ പ്രശ്നവും നീ രാജനെ വിളിക്ക്. ഋതു, നാളെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, അതങ്ങ് ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. നമുക്ക് എന്തായാലും പറഞ്ഞു നോക്ക്. പ്രിയ ചേച്ചിയാണല്ലോ. അറ്റൻഡ് ചെയ്യ് രാജു. ഹലോ ചേച്ചി. മോനെ രാജു, നീ ഒന്ന് വേഗം വാ. ആ ശരി, ഞാനിപ്പോ വരാം. എന്താ രാജു? ഋതു വാ, ഞാൻ പറയാം. ഡിവോഴ്സ് നോട്ടീസ് അയച്ചെങ്കിലും ഇവന്റെ മനസ്സിൽ നിന്ന് അവള് തീർത്തങ്ങ് പോയിട്ടില്ല. എടാ മോനെ, ആ ഡിവോഴ്സ് നോട്ടീസ് അങ്ങോട്ട് ചെല്ലുമ്പോ അവളുടെ വീട്ടിൽ എല്ലാം കൂടി അങ്ങ് ഇളകും. പിന്നെ എല്ലാരും കൂടി ഇങ്ങോട്ട് ഇരച്ചു കയറി വരാൻ സാധ്യതയുണ്ട്. വരട്ടെ അമ്മേ, അപ്പൊ നോക്കാം. അല്ല, അമ്മ എന്തിനാ ഇത്രയ്ക്ക് പേടിക്കുന്നത്? എനിക്ക് ആരെയും പേടിയില്ല. ഈശനെയും ബ്രഹ്മനെയും രുക്മിണി വകവയ്ക്കത്തുമില്ല. പിന്നെ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും പോലെ നീ അവരെ കാണുമ്പോ ഭാവം മാറാതിരുന്നാ മതി. ഞാൻ ഒരു നിലപാടെടുത്തു, അത് നല്ല ഉറച്ച നിലപാടാ. ആ നിലപാടിന് എനിക്കൊരു മാറ്റവും ഇല്ല. ആ, എനിക്കത് കേട്ടാ മതി. ആ കെട്ട ബന്ധം പണ്ടേ അങ്ങ് പൊട്ടിച്ചെറിയേണ്ടതായിരുന്നു. ഹരീഷേ, എന്താടി നിനക്ക് വേണ്ടേ? എനിക്ക് മറ്റൊന്നും വേണ്ട. ഹരീഷിനോട് സംസാരിക്കണം. ഇവനോട് നിനക്ക് എന്തുവാടി സംസാരിക്കാനുള്ളത്? ശ്രീ, നിനക്കിപ്പോ എന്താ വേണ്ടേ? നമ്മൾ തമ്മിലുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേ, അതിൽ സൈൻ ചെയ്തത് ഹരീഷ് ആണോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ വന്നത്. ഞാൻ ചോദിച്ചതിന് എന്താ മറുപടി പറയാത്തെ? ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് ഹരീഷ് തന്നെയാണോന്ന്? ഞാനും നീയും തമ്മിൽ ഇനി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ തന്നെ. ഹരീഷ് നിന്നെ, നീ അപമാനിച്ചു വിടുന്നത് നീ പ്രേമിച്ച് കല്യാണം കഴിച്ച പെണ്ണിനെയാ. പാപോ ശാപമൊക്കെ ഈ ഭൂമിയിൽ തന്നെയാ. പക്ഷെ ഈ ശാപം നിന്റെ തലയ്ക്കടിക്കും. ഇന്നു മുതൽ അങ്ങോട്ട് നിന്റെ കഷ്ടകാലം ഹരീഷ്. നീ ഇന്നു മുതൽ കരയാൻ തുടങ്ങുക. കരഞ്ഞു കരഞ്ഞൊടുവില് ഇവളുടെ കാല് പിടിക്കാൻ നീ മുൻപിൽ വരും, അതുറപ്പാ. ശ്രീ,
കഴുത്തിലോട്ട് ആ പശു കയറി കെട്ടുന്നത് വരെ ഒരു ടെൻഷനാ. ഒരിടങ്ങേറും വരാനില്ല, എന്നാലും കെട്ട് കഴിഞ്ഞാ പിന്നെ പട്ടിത്തൊടലിട്ട് ഞാനങ്ങ് കൊണ്ട് നടക്കില്ലേ. ദീപു, ഹായ് നന്ദു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഹാ, കേറി വാ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ? കല്യാണത്തിന് മുമ്പും ഇത് ബെഡ്റൂം ആകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഹാ, ഇങ്ങോട്ട് കേറി വന്നു. ഇതായിരിക്കും നമ്മുടെ മണിയറ. എന്നെ നാണിപ്പിക്കല്ലേ ദീപു, ഞാനൊരു നാടൻ പെണ്ണ. കേറി വാ. ഞാൻ കേറി വന്നതില് അപാകതയൊന്നും ഇല്ലല്ലോ. ഏയ്, എന്താ അപാകത? ഇനിയുള്ള ഈ ലൈഫ് മുഴുവനും നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കാൻ പോകുന്നേ. ഇനി നമ്മൾ 2 അപാകതകളും കൂടി ചേർന്ന് ഒരു ജീവിതപാത പെട്ടാൻ പോവാ. ഞാനിപ്പോ എന്റെ ദീപുവിനെ കാണാൻ വന്നതേ ഒരു നന്ദി പറയാനാ. നന്ദിയോ? എന്തിന്? എനിക്കൊരു ജീവിതം തരാനുള്ള കനിവ് തോന്നിയതിന്. ഹാ, എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇഷ്ടപ്പെട്ട പെണ്ണിന് ഞാനൊരു ജീവിതം നൽകി, അതൊരു കനിവൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കനിവ് തന്നെയാ. സത്യം പറഞ്ഞ ഞാനിപ്പോ ഒരു പാവപ്പെട്ട തറവാട്ടുകാരിയാ. കാവും കുളവും സർപ്പക്കാവും കാവിലെ പാട്ടും കിളികളുടെ കളകളാരവും. ഇതേതോ പൈങ്കിളി നോവലിലെ വാക്കുകളല്ലേ? അതെ, കാട്ടാറും കണ്ടിച്ചേമ്പും. ഞാൻ വായിച്ച നോവലാ, കാണാപ്പാടം പഠിച്ചതുവാ. ഓ, അങ്ങനെ ഒരു തറവാട്ടിലെ പെണ്ണാ ഞാൻ. എനിക്ക് ദീപുവിനെ പോലെ ഒരു രാജകുമാരനെ സ്വപ്നം കാണാൻ പറ്റുമോ? ഞാൻ രാജകുമാരനാണോ അലവലാതിയാണോ എന്നുള്ളത് കല്യാണം ഒന്ന് കഴിയട്ടെ, നിന്നെ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും ഇതൊരു സ്വപ്നമാണോ എന്നുള്ള അമ്പരപ്പില്ല ഞാൻ. ഏയ്, സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാ. സംശയം ഉണ്ടെങ്കിലേ ആ കൈയൊന്ന് നീട്ടിയേ, ഞാനൊന്ന് പിച്ചാം. ഹാ, കാണിക്ക്, പിച്ചാന്നേ. പിച്ചയും മാന്തിയൊന്നും വേണ്ട. ഇതേ സ്വപ്നമൊന്നും അല്ല, യാഥാർത്ഥ്യ. അംബികാവർമ്മയുടെ മകൻ ദീപക് അനന്തപിള്ളയുടെ മകൾ നന്ദനെ വിവാഹം കഴിച്ചിരിക്കും. അയ്യോ അമ്മ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്തേക്ക് അമ്മ വന്നിരിക്കുന്നു. എനിക്ക് നാണാവുക.